ഹലോ, കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? എന്നാ ഇപ്പം പരിപാടി? ഞാൻ പോലെ ആലോചിക്കാറുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എപ്പോഴും പുട്ടുണ്ടാക്കി ആർക്കും ഇഷ്ടപ്പെടുകയല്ല. എന്നാൽ അതിനായിട്ട് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കണ്ട ഇച്ചിരി ചിക്കൻ പുട്ടുണ്ടാക്കാൻ പോവാം. നമുക്ക് വീഡിയോയിലിട്ട് പോവാം, എല്ലാവരും ഒന്ന് കാണാൻ. ലോകം മുഴുവനുള്ള എൻ്റെ എല്ലാ മക്കളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടേ എടുക്കുന്നുള്ളൂ. ഒരു ഗ്ലാസ് പുട്ട് പൊടിക്ക് വേണ്ടി ഞാൻ 1/4 കിലോ ചിക്കനെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പം കുറച്ച് മതി ആയതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത്. അതിനുള്ള സാധനങ്ങളാണ് മല്ലിയില, പിന്നെ ചിക്കൻ്റെ മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 1.5 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊക്കെ തുടങ്ങാം. ഓക്കെ, ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കണം. അതിനാവശ്യമായ സാധനം ഇട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. വെള്ളം ഒഴിക്കാതെ വേണം ഇതിന്. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി എല്ലാം ഒരു പിഞ്ചിട്ടാൽ മതി. എല്ലാവരുടെ അളവനുസരിച്ച് വേണം എടുക്കാൻ. അപ്പം നമ്മൾ ചിക്കന് കുരുമുളക് പൊടി, ഉപ്പും മസാലപ്പൊടി മാത്രം ഇട്ട് അടുപ്പിൽ വെച്ചു. ഇനി അതൊന്ന് വേകട്ടെ. നമ്മൾ ചിക്കൻ അടുപ്പിൽ വെച്ചല്ലോ കുക്കറിനകത്ത്. ആ ചിക്കൻ വേകുന്ന സമയത്തേക്ക് നമുക്ക് പുട്ടിനുള്ള പൊടി നനയ്ക്കാം. ആ നനയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോഴെല്ലാം പൊടി കട്ട കെട്ടിപ്പോവും. അതിനെന്നാ ചെയ്യുന്നതെന്നറിയോ? ഞാൻ ഒരു 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഈ ചോറ് മിക്സിയിലോട്ട് ഇടുക. എന്നിട്ട് ഈ പുട്ടുപൊടി അതിൻ്റെ കൂടെ തന്നെ ഇടും. അപ്പം ഇനി അതൊന്ന് അരച്ചെടുക്കാമേ. അരക്കല്ലെന്ന് ഇത് ആ ചോറൊന്ന് അരഞ്ഞ് വരുമ്പോൾ പൊടി നമ്മുടെ പുട്ടുപൊടി നനച്ചെടുത്തത് കണ്ടോ? എളുപ്പമെന്ന് നല്ല സോഫ്റ്റായിട്ട് പൊടി നനഞ്ഞു വന്നു. ഈ വിദ്യ എല്ലാവർക്കും അറിയാമോ? ഈ വിദ്യ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എന്ന് കമൻറ്റ് ഇടണേ. ചോറ് മതി, നമുക്ക് പുട്ടുപൊടി നനയ്ക്കുമ്പോഴേ കട്ട കെട്ടാതെ നനയ്ക്കാൻ പറ്റും. നിങ്ങളെ കണ്ട നമ്മുടെ പുട്ടൊക്കെ നനച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടി പുട്ട്. അല്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കിടക്കുകയല്ലേ. അതിന് പകരമാണ് ചോറ് മിക്സിയിലോട്ടിട്ടിട്ട് ആ പുട്ടിൻ്റെ പൊടിയും കൂട്ടിയിട്ട് ഒന്നിച്ചൊന്ന് പൊടിച്ചെടുക്കുന്ന തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തിരിക്കുന്നു. ഒന്ന് തുറന്ന് നോക്കാമേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി. അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മാംസം തന്നെ എടുത്തു. ഇനി അത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ, ഇനി ഗ്യാസ് കത്തിക്കുക. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം വഴറ്റാൻ പോവാണ്. എണ്ണ ഒഴിച്ച് ഇതിന് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടുക. വെളുത്തുള്ളി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ പച്ചമുളക് കൂടി ഇട്ടാൽ നല്ല. ഇവിടെ പിള്ളേർക്കൊക്കെ എരിവാണെന്ന് വെച്ചാൽ ഞാൻ പച്ചമുളക് എടുക്കാനില്ല. 1.5 സവോള, ഒരു സവോള ഇതിൻ്റെ ഒരു മുറിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിടുകയാണ്. സവാള നല്ലപോലെ വഴന്നിട്ട് നമുക്ക് അതിൻ്റെ പൊടികളെല്ലാം ചേർക്കാം. ചേർത്തിട്ട്
പിന്നെ ചിക്കനും കൂടെ ഇട്ട് ഇളക്കി കാത്തു വെച്ചിട്ട് പുട്ടിന് അടുപ്പ് വെക്കാം. നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ്. 1 സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം കാശ്മീരി എരിവില്ല, ഇവിടെ ആർക്കും എരിവ് വേണ്ട. 1 സ്പൂണ് കുരുമുളക് പൊടി. മഞ്ഞൾ മുമ്പേ ഇട്ടതാ, എന്നാലും നമുക്ക് ഇതിന് ഇച്ചിരി കൂടെ വേണമല്ലോ. ചിക്കൻ്റെ അളവ് അനുസരിച്ച് വേണം എല്ലാവരും ഇതിൻ്റെ പൊടികളും കൂട്ടുകളും എല്ലാം കൂട്ടിയെടുക്കാൻ. ഇതിപ്പം ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനൊരു 1/4 കിലോ ചിക്കനെ എടുത്തിട്ടുള്ളൂ. ഇനി മസാലപ്പൊടി 1 സ്പൂണ് മസാലപ്പൊടി ഇടുവാണ്. പൊടിയാണ്. ചിക്കൻ കറി വെക്കുന്നവർ തന്നെ ഇനി ചാറാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പുട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇടാനാണല്ലോ. നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുമ്പം വീട്ടിലുള്ളവർക്കൊക്കെ കുറേ കൂടി ഇഷ്ടം വരും. നല്ല സ്വാദാണ് ഇത് കഴിച്ചു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഇടുക. ചിക്കൻ എല്ലൊക്കെ കളഞ്ഞ് പിച്ചി കീറി വെച്ചിരിക്കുന്നത്. ഉപ്പുണ്ടാവും നോക്കട്ടെ. ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വെന്തിരിക്കുകയായതുകൊണ്ട് ഇനി ഒത്തിരി ഇതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഒട്ടും വെള്ളമേ ഇല്ലാതെ നല്ല ഒലത്തിയെടുത്ത കണക്ക്. ഇനി ഇത് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ പുട്ടിനുള്ള പരിപാടി നോക്കുവാണ്. ഇവിടെ പുട്ടുണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിൻ്റെ മേളിൽ കുറ്റി വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ പുട്ടുണ്ടാക്കുന്നത്. മറ്റേ സാധാരണ പുട്ടുകടത്തിൻ്റെ മേളിൽ കുറ്റിയല്ല ഇത്, കുക്കറിൻ്റെ കുറ്റിയാണ്. കുക്കറെ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുക്കർ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളയ്ക്കാറായി. ഇപ്പോൾ പുട്ടിൻ്റെ പൊടി നമ്മൾ കണ്ടാണെല്ലാം നനയ്ക്കുന്നത്. അതിനകത്തോട്ട് ഒരു സ്വല്പം മല്ലിയില ഇടുക. അങ്ങനെ നല്ലൊരു മണം വരുമല്ലോ, അതിന് വേണ്ടി. ഒരു കളർഫുള്ളാകാൻ പിള്ളേരൊക്കെ നോക്കുമ്പോൾ ഒരു കളർഫുള്ളായ പുട്ട്, ഒരു വെറൈറ്റി. വെറുതെ ഒരു നേരം പോക്കിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് പരീക്ഷിക്കണം. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ആവി വന്ന് ഇനി പുട്ടുപൊടി ഇട്ട് കുറ്റി വെക്കാൻ പോകണേ. എന്നിട്ട് അവിടെ കുറച്ച് തേങ്ങ ഇടണം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ, ചിക്കൻ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ പൊടി ഇട്ടു. പുട്ടിനാവി വന്നില്ല എന്ന് പറഞ്ഞൊരു പണ്ടൊക്കെ ഒരു പാട്ടില്ലേ, പുട്ടിനാവി വന്നില്ല, പുട്ടിനാവി വന്നില്ല, ഉളക്കപ്പെട്ടില്ല ഞാൻ പൂവൻ പഴം കൂട്ടി അടിക്കുന്നില്ല എന്ന് പണ്ടൊക്കെ ഞങ്ങളുടെ കൊച്ചുമക്കളൊക്കെ പാടുമായിരുന്നു. കൊച്ചിനെ ഇത് പുട്ടിനാവി വന്നു. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ചിക്കൻ പുട്ട് റെഡിയായി. അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണേ, നിങ്ങളെല്ലാം നല്ല ടേസ്റ്റായത്. ഓക്കെ, ബൈ ബൈ.